ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. അതായത് 1,44,000 പേരെ മുദ്രയിട്ടതിന് ശേഷം ഒരു പുതിയ ദർശനത്തിൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം ഒരു വ്യക്തിയെ കൊണ്ട് എണ്ണിത്തീർക്കുവാൻ സാധ്യമല്ല. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ആർക്കും എണ്ണിത്തീർക്കുവാൻ കഴിയാത്തതാണ് എന്ന് സാരം. മാത്രമല്ല, സകല ജാതി മത ഗോത്ര ഭാഷകളിൽ നിന്നുള്ളത് എന്നത് യോഹന്നാൻ്റെ ഒരു ശൈലിയാണ്. വെളിപ്പാട് പുസ്തകം 11:9, 13:7, 14:6, 17:15. അടുത്തതായി ഈ വാക്യത്തിൽ കാണുന്നത് വെള്ള നിലയങ്കി ധരിച്ച് എന്നുള്ളതാണ്. വെള്ള നിറം നീതിയുടെയും വിശുദ്ധിയുടെയും വിജയത്തിൻ്റെയും ചിഹ്നമാണ്. അടുത്തതായി ഈ വാക്യത്തിൽ കാണുന്നത് കയ്യിൽ കുരുത്തോല പിടിച്ചിരിക്കുന്നു. യഹൂദന്മാരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തതിൻ്റെ ഓർമ്മയ്ക്കായി കൂടാര പെരുന്നാളിന് കുരുത്തോല പിടിക്കുമായിരുന്നു. ലേവ്യ പുസ്തകം 23:40-43 വരെയുള്ള വാക്യങ്ങൾ. നെഹമ്യാവ് 8:14-18 വരെയുള്ള വാക്യങ്ങൾ. കുരുത്തോല വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വോത്രത്തിൻ്റെയും അടയാളമാണ്. യോഹന്നാൻ 12:13. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. വെളിപ്പാട് പുസ്തകം 7:9 ഒടുവിലായി നമ്മൾ വായിക്കുന്നത് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നു. ഇതുവരെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ നിന്നത് മൂപ്പന്മാർ, ജീവികൾ, ദൂതന്മാർ എന്നിവരായിരുന്നു. വെളിപ്പാട് പുസ്തകം 4:1-4 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 5:6-11 വരെ. എന്നാൽ ഇവിടെ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും കൂട്ടിച്ചേർത്ത എണ്ണമറ്റ പുരുഷന്മാരത്രേ നിൽക്കുന്നത്. 1,44,000 പേരെ ഭൂമിയിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ സ്വർഗത്തിൽ കാണുന്നത് 1,44,000 പേർ ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെട്ടവർ ആണ് എങ്കിൽ സ്വർഗത്തിലുള്ളവർ സകല ജാതികളിൽ നിന്നും ഉള്ളവരാണ്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി എണ്ണിക്കൂടാത്ത ഈ മഹാപുരുഷാരം ആരാണ്? ഇവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വേദപഠിതാക്കളുടെ ഇടയിൽ 2 വിധ അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാം സഭയിലെ വിശുദ്ധന്മാർ എന്നുള്ളതാണ്. അതിന് 3 തെളിവുകൾ പറയപ്പെടുന്നു. 1, ഇവർ ഭൂമിയിലല്ല സ്വർഗത്തിൽ സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ നിൽക്കുന്നു. 2, രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനം എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. 3, ഇവരുടെ അങ്കി കുഞ്ഞാടിൻ്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് രണ്ടാമത്തെ അഭിപ്രായം, ഇവർ മണവാട്ടിയാം സഭയിലെ വിശുദ്ധന്മാരല്ല, മറിച്ച് മഹാപീഡന കാലത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്പെട്ട ജാതികൾ ആണ് എന്നുള്ളത്. അതിന് 7 വിധ കാരണങ്ങളാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതിൽ 1, കൃപായുഗത്തിലെ വിശ്വാസികൾ മഹാപീഡനത്തിന് മുമ്പേ എടുക്കപ്പെട്ടു. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. 2, വെളിപ്പാട് പുസ്തകം 4:10-11 മൂപ്പന്മാർക്ക് കയ്യിൽ വീണയും കിരീടവുമാണുള്ളത്. ഇവരുടെ കയ്യിൽ കുരുത്തോലയാണ് കാണുന്നത്. മഹാപീഡനകാലത്ത് നാടുവിട്ട് അലഞ്ഞു നടന്നു. അതിൽ നിന്ന് വിടുതൽ ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി കുരുത്തോല പിടിച്ചിരിക്കുന്നു. 3, ഇവർ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നു. മണവാട്ടിയ സഭയ്ക്ക് വെള്ള നിലയങ്കി ഉള്ളതായി പറഞ്ഞിട്ടില്ല. വെളിപ്പാട് പുസ്തകം 6:11 വെള്ള നിലയങ്കി മഹാപീഡന കാലത്തെ സാക്ഷികൾക്ക് ഉള്ളതാണ്. 4, വെളിപ്പാട് പുസ്തകം 7:13-14 ദർശകനായ യോഹന്നാന് ഇവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായി വന്നു. മണവാട്ടിയാം സഭയിൽപ്പെട്ടവർ ആണ് എങ്കിൽ ഇപ്രകാരം പരിചയപ്പെടേണ്ടി വരികയില്ല. 5, വെളിപ്പാട് 7:14 ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. സഭയെക്കുറിച്ച് അങ്ങനെ പറയുവാൻ സാധ്യമല്ല. കാരണം സഭയ്ക്ക് കഷ്ടമുണ്ട് എങ്കിലും മഹാകഷ്ടമില്ല. 6, രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്നവർ പാടുന്നു. വിശ്വാസ വ്യവസ്ഥയുടെ കാലം കഴിഞ്ഞിട്ടും തങ്ങൾക്ക് രക്ഷ നൽകിയില്ലേ എന്നോർത്ത് പാടുന്നു. 7, വെളിപ്പാട് 7:9 അവർ നിൽക്കുന്നതായി കാണുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുകയാണ്, അഥവാ മണവാട്ടി ക്രിസ്തുവിനോടുകൂടി ഇരിക്കുകയാണ്. വെളിപ്പാട് 3:21, യോഹന്നാൻ 12:26, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1-3 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ചില വേദപഠിതാക്കൾ വിശ്വസിക്കുന്നത് വെളിപ്പാട് പുസ്തകം 7:9 പറയുന്ന എണ്ണിക്കൂടാത്ത പുരുഷാരം സഭയിൽ ഉള്ളവരല്ല, യഹൂദ രക്തസാക്ഷികളുമല്ല. സഭയ്ക്ക് തുല്യമായ സ്ഥാനമുണ്ട് എങ്കിലും
ഇവർക്ക് മണവാട്ടിയുടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 7:10 പഠനത്തിന് വിധേയമാക്കാം. സർവകൃപാലുവൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.